പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നീടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആബാപിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാം ഞങ്ങളെല്ലാം. സുപ്രഭാതം. ഓരോ പുതിയ പ്രഭാതവും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ പുതിയ സ്നേഹം ഓരോ പ്രഭാതത്തിലും അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നു. ആത്മീയ ശക്തിയും ആത്മീയ ഊർജ്ജവും പകർന്നു നൽകുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, സത്യാത്മാവാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ നിങ്ങളെ നയിക്കുമെന്നാണ്.
സത്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് വളരാൻ നമുക്ക് കഴിയുക. സത്യം തിരിച്ചറിയാത്തപ്പോൾ അപൂർണതകളിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നു. സത്യം നമ്മളെ പഠിപ്പിക്കുന്ന, പൂർണ്ണതകളിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളിൽ വന്ന് നിറയാനായി, സത്യം നമ്മളെ പഠിപ്പിക്കുവാനായി നമുക്കൊന്നു ചേർന്ന് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. മനോഹരമായി പ്രപഞ്ചത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ ചെടികളോടും ഈ ഇലകളോടും ഈ പ്രപഞ്ചത്തോടും ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് മഹത്വത്തിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്ന പക്ഷികളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധി അണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധി അണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് ഒന്നുചേർന്ന് ധ്യാനിക്കാം. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ, പുലരിയിൽ നിദ്രയുണർന്നങ്ങേ, പാവന സന്നിധി അണയുന്നു. പാവന സന്നിധി അണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി, കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. നന്ദി പറഞ്ഞു നമിക്കുന്നു. നന്ദി പറഞ്ഞു നമിക്കുന്നു. നന്ദി പറഞ്ഞു നമിക്കുന്നു. മനുജകുലത്തിൻ പാലകനേ, മനുജകുലത്തിൻ പാലകനേ, വിനയമോടങ്ങയെ വാഴ്ത്തുന്നു. വിനയമോടങ്ങയെ വാഴ്ത്തുന്നു. കൃപയും ശാന്തി അനുഗ്രഹവും, കൃപയും ശാന്തി അനുഗ്രഹവും പാപപ്പൊറുതിയും അരുളണമേ. പാപപ്പൊറുതിയും അരുളണമേ. പാപപ്പൊറുതിയും അരുളണമേ. പാപപ്പൊറുതിയും അരുളണമേ. കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്ന ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 12, 13, 14 തിരുവചനങ്ങൾ. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് വചനം പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്കും സഹതാപം തോന്നുകയില്ല എന്ന് പറയുന്നത്? സാധാരണ രീതിയിൽ ആരും അപകടത്തിൽ വീണാലും
മറ്റുള്ളവർക്ക് സഹതാപം തോന്നാറുണ്ട്. എന്നാൽ പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്കും സഹതാപം തോന്നുകയില്ല എന്ന് എന്തുകൊണ്ടാണ് വചനം പറയുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. ഈ പാമ്പാട്ടിക്ക് പാമ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. പാമ്പ് ആരാണ്, പാമ്പ് എന്താണ്, പാമ്പിൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്, പാമ്പ് വിഷമുള്ളതാണ്, ഉപദ്രവകാരിയാണ്, എപ്പോൾ വേണമെങ്കിലും ഉപദ്രവിക്കാം. ഈ വിവരങ്ങളെല്ലാം അറിയുന്നവനാണ് പാമ്പാട്ടി. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും പാമ്പിൽ നിന്ന് കിട്ടുന്ന സുഖത്തെയും പാമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയും ഉപേക്ഷിക്കാനാകാത്തവനാണ് പാമ്പാട്ടി. അപകടമാണെന്നറിഞ്ഞിട്ടും ഉപദ്രവകാരിയാണെന്നറിഞ്ഞിട്ടും വിഷകാരിയാണെന്നറിഞ്ഞിട്ടും പാമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയും സുഖത്തെയും ആഗ്രഹിക്കുന്നവനാണ് പാമ്പാട്ടി. അതുകൊണ്ട് ഈ പാമ്പാട്ടിയെ എന്നെങ്കിലും പാമ്പ് തിരികെ കൊത്തിയാൽ ആർക്കും സഹതാപം തോന്നുകയില്ല എന്ന് വചനം പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് പാപികളുമായി സഹവസിച്ച് കഴിയുന്നവർക്കും അപകടം സംഭവിക്കുന്നതും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പാമ്പാട്ടി പാമ്പ് ഉപദ്രവകാരിയാണെന്നറിഞ്ഞിട്ടും കൊണ്ട് നടക്കുന്നത് പോലെ, പാമ്പിൽ നിന്ന് കിട്ടുന്ന സുഖം ഉപേക്ഷിക്കാനാകാതെ കൊണ്ട് നടക്കുന്നത് പോലെ, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇതുപോലെ ചില വ്യക്തികളെ കൊണ്ട് നടക്കുന്നുണ്ട്, ചില ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട്. ചില വ്യക്തികൾ, ചില കൂട്ടുകെട്ടുകൾ, ചില സൗഹൃദങ്ങൾ, ഇതെല്ലാം അപകടമാണെന്നറിയാം, അത് വിഷമുള്ളതാണെന്നറിയാം, ഉപദ്രവമുള്ളതാണെന്നറിയാം. എങ്കിൽ പോലും അവരിൽ നിന്ന് കിട്ടുന്ന സുഖത്തെയും അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയും ഉപേക്ഷിക്കാനാകാത്തത് കൊണ്ട് പലരും ഇങ്ങനെയുള്ള വ്യക്തികളെ കൂടെ കൊണ്ട് നടക്കുന്നു. അതോടൊപ്പം ചില സാഹചര്യങ്ങൾ, ചില കാഴ്ചകൾ, ചില വായനകൾ, ചില ചിന്തകൾ, ചില സംസാരങ്ങൾ, ഇതെല്ലാം ഉപദ്രവകരമാണ്, അപകടകരമാണ്, വിഷകരമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിലൂടെ ലഭിക്കുന്ന സന്തോഷവും അതിലൂടെ ലഭിക്കുന്ന സുഖവും അതിലൂടെ ലഭിക്കുന്ന വരുമാനവും ഉപേക്ഷിക്കാനാകാത്തത് കൊണ്ട് ആ പ്രവൃത്തികളുമായിട്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുകയാണ്, പാമ്പാട്ടിയെ പാമ്പ് എന്തെങ്കിലും തിരിച്ചു കൊത്തുമ്പോൾ അവർക്ക് സഹതാപം ലഭിക്കാത്തതുപോലെ ഇങ്ങനെ പാപികളുമായി സഹവസിച്ച് കഴിയുന്നവർക്ക്, പാപകരമായ സാഹചര്യങ്ങളിൽ മുമ്പോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ അപകടം സംഭവിക്കുന്നതും പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ അപകടം സംഭവിക്കുമ്പോൾ ആരും അവരുടെ കൂടെ സഹതപിക്കാൻ ഉണ്ടാവുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, പാപത്തിലേക്ക് നമ്മൾ നയിക്കുന്ന വ്യക്തികളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. പാമ്പിനെ കൊണ്ടു നടക്കുന്നത് പോലെ ചില വ്യക്തികളെ വിഷമുള്ളതാണെന്നറിഞ്ഞിട്ടും കൊണ്ടു നടക്കുന്നവർ അതിന് ഉപേക്ഷിച്ചില്ല എങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപകടമുണ്ടാകുമെന്നാണ് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ വചനത്തിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിഷമുള്ളതും അപകടകരമായ വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവയെ ഉപേക്ഷിച്ച് ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുങ്ങാം. പ്രിയമുള്ളവരെ, പാപിയുമായി സഹവസിച്ച് ജീവിക്കുന്നത് അപകടകരമാണ്. പാപകരമായ സാഹചര്യങ്ങളിൽ എപ്പോഴും പോകുന്നത് അപകടമാണ്. നമുക്കത് തിരിച്ചറിയാം. കർത്താവിൻ്റെ വചനമനുസരിച്ച്, വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവെ അതിന് ഞങ്ങളെ സഹായിക്കണമേ, കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പാപം ഉപേക്ഷിക്കുന്നതോടൊപ്പം പാപ സാഹചര്യങ്ങളും പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളെയും ഉപേക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവ് എപ്പോഴും ദൈവഹിതപ്രകാരം ജീവിച്ചവളാണ്. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചും പ്രാർത്ഥിച്ചും കണ്ടെത്തി ആ ഹിതമനുസരിച്ച് ജീവിച്ചവളാണ് പരിശുദ്ധമ്മ. തനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴികളേക്കാൾ ദൈവത്തിൻ്റെ ശരികളെ എപ്പോഴും അന്വേഷിച്ചിരുന്നവളാണ് പരിശുദ്ധമ്മ. ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. ഇന്നത്തെ വഴിത്താരയിൽ കർത്താവിൻ്റെ മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ദൈവത്തിൻ്റെ ഹിതങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കർത്താവിൻ്റെ മാലാഖമാർ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് ഏർപ്പെടുത്തുന്നവരാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ കാവൽ മാലാഖയുടെ സഹായവും കാവലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാവൽ മാലാഖ നമുക്ക് ഏർപ്പെടുത്തിയ കാവലിനെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ മിഖായേലിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും നന്ദി പറയാം. നമ്മുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധൻ്റെ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും മാധ്യസ്ഥവും കാവലും നമുക്ക് ലഭിക്കുന്നതിനായി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാത വിരുന്നിലൂടെ എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കണമേ എന്ന് പൗരോഹിത്യ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനങ്ങളിൽ, അവരുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവ് അങ്ങ് സഹായിക്കണമേ. കർത്താവായ ദൈവമേ, എല്ലാ യുവതിയുവാക്കളെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് പ്രത്യേകമായ കാരുണ്യം അവരുടെ മേൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ മൂലം, പ്രതിസന്ധികൾ മൂലം, സംശയങ്ങൾ മൂലം ഒക്കെ വേദനിക്കുന്ന എല്ലാ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കളെയും കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കിടപ്പ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലും ആശുപത്രികളിലും കിടപ്പ് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജഡത്തിൻ്റെ ആസക്തികളിൽ പെട്ടുപോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശക്തമായ വിടുതൽ അഭിഷേകം നൽകി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ശക്തിയും ഈ മക്കളിലെല്ലാം കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ കരുണ കാണിക്കണമേ. കർത്താവെ സുഖപ്പെടുത്തണമേ. കർത്താവെ ശക്തിപ്പെടുത്തണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവ് പൗരോഹിത്യത്തിലൂടെ എനിക്ക് നല്ല അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും എനിക്ക് നൽകിയിട്ടുള്ള കൃപ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടൊപ്പവും ഇവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ദിവസം ഈ പ്രഭാത വിരുന്നിൽ പങ്കെടുക്കുന്ന ഏവരെയും കർത്താവ് കരം പിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി.